റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. നവംബർ 29 കോമൺസിൽ അവതരിപ്പിക്കുന്ന അസിസ്റ്റഡ് ഡൈയിങ് ബിൽ പാസാക്കപ്പെട്ടാൽ ദയാവധം രാജ്യത്ത് നിയമപരമായി മാറും. മരണം വരിക്കാൻ ആഗ്രഹിക്കുന്ന ഗുരുതര രോഗബാധിതർക്ക് ദയാവധം വിധിക്കാൻ സഹായിക്കുന്ന ബിൽ എന്നാണ് വിളിപ്പേരെങ്കിലും വിപുലമായ ചർച്ചകളും ആഴത്തിലുള്ള ആശയ സംവാദങ്ങളും നടത്താതെ തിടുക്കത്തിൽ ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതിനെതിരെ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ എംപിമാർ വോട്ട് ചെയ്യുമ്പോൾ പിന്തുണയ്ക്കുമെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അഭിപ്രായപ്പെട്ടു. നവംബർ 11 ബിൽ പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ബില്ലിലെ വ്യവസ്ഥകൾ ഇഴകീറി പരിശോധിക്കാനുള്ള സമയം എംപിമാർക്ക് ലഭിച്ചിട്ടില്ല. സങ്കീർണമായ വിഷയമാണെന്നിരിക്കവേ ഈ സമയക്കുറവ് മരണത്തെ സംബന്ധിച്ചുള്ള ബ്രിട്ടന്റെ ഭാവി തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്ന അവസ്ഥയാണ്. നിലവിലെ നിയമങ്ങൾ പൊളിച്ചെഴുതിയാണ് മരിക്കാനുള്ള അവകാശം സമ്മാനിക്കപ്പെടുന്നത്. എന്നാൽ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കാതെ തിടുക്കം പിടിച്ച് ബിൽ അവതരിപ്പിക്കുന്നതിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസ സംബന്ധമായ വീക്ഷണത്തിൽ ഇത് തീർത്തും ജനാധിപത്യ വിരുദ്ധം കൂടിയാണ്. മുൻപ് കോമൺസിൽ ഈ വിഷയത്തിൽ വോട്ട് ചെയ്തപ്പോൾ 2 മാസം കൊണ്ടാണ് ഇത് പരിശോധിക്കപ്പെട്ടത്. ഹൗസ് ഓഫ് ലോർഡ്സിൽ 4 മാസത്തോളം ബിൽ അളന്നു മുറിച്ച് പരിശോധിക്കാനും അവസരം അന്ന് ലഭിച്ചിരുന്നു. പ്രതീക്ഷിക്കാതെ എത്തിയ കനത്ത മഞ്ഞുവീഴ്ചയിൽ ബ്രിട്ടനിലെ 200-ൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കനത്ത മഞ്ഞുവീഴ്ചയും 0-ൽ താഴെയുള്ള താപനിലയും ഇനിയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത്. സെൻട്രൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും 5 ഇഞ്ച് കനത്തിൽ വരെ മഞ്ഞു വീഴുകയും താപനില -11.2 ഡിഗ്രി സെൽഷ്യസിൽ എത്തുകയും ചെയ്തതോടെയാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത്. വെക്സാം, പോവിസ്, ഡർബിക്ഷയർ, ഫ്ലിൻഷെയർ എന്നിവ ഉൾപ്പെടെ വെയിൽസിന്റെ വിവിധ ഭാഗങ്ങളിലായി 140 സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. കൂടാതെ മിഡ്ലാൻഡ്സിൽ 50 സ്കൂളുകളോളവും ഡർബിഷെയറിൽ 20 സ്കൂളുകളോളവും ഇന്ന് അടച്ചിടും. തെക്കൻ ഇംഗ്ലണ്ടിലെ മിക്ക ഭാഗങ്ങളിലും മിഡ്ലാൻഡ്സിലും കിഴക്കൻ വെയിൽസിലും ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പ്രഖ്യാപിച്ച മഞ്ഞ മുന്നറിയിപ്പ് ഇന്ന് രാവിലെ 10 മണി വരെ നിലനിൽക്കും. അതിനുപുറമെ തെക്കൻ വെയിൽസിൽ ഇന്ന് രാവിലെ 11:40 മുതൽ അർദ്ധരാത്രി വരെയുള്ള സമയത്ത് 2 ഇഞ്ച് കനത്തിൽ മഞ്ഞ് വീഴുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. വടക്കൻ ഇംഗ്ലണ്ടിൽ ഇന്നലെ തുടങ്ങിയ മഞ്ഞുവീഴ്ച ഇന്ന് രാവിലെ 10 മണി വരെ തുടരാം. 5 സെന്റിമീറ്റർ കനത്തിൽ വരെ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. കിഴക്കൻ ഇംഗ്ലണ്ടിൽ ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ ഇന്ന് അർദ്ധരാത്രി 12 മണി വരെയുള്ള സമയത്ത് 20 സെന്റിമീറ്റർ കനത്തിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. വടക്കൻ സ്കോട്ട്ലൻഡിൽ ഇന്ന് രാവിലെ 10 മണി വരെയുള്ള സമയയളവിൽ 20 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. പുതിയ ഫിക്സഡ് നിരക്ക് മോർഗേജുകളുടെ വില കൂടിക്കൂടി വരുന്നതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം പണപ്പെരുപ്പ നിരക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പ്രതീക്ഷിക്കുന്ന 2% ഉയർന്നു എന്നതിനാൽ വരും നാളുകളിൽ ഇത് ഇനിയും കൂടാൻ ഇടയുണ്ട് എന്നും ബ്രോക്കർമാർ പറയുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിലെ ചില നയങ്ങൾ വായ്പാദാതാക്കളെ ഫിക്സഡ് ഡീലുകളുടെ നിരക്ക് ഉയർത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ ഇനിയും കുറെ കാലം കൂടി മോർഗേജ് നിരക്കുകൾ ഉയർന്നു തന്നെ നിൽക്കാനാണ് സാധ്യത എന്നും അവർ പറയുന്നു. മാത്രമല്ല US തെരഞ്ഞെടുപ്പ് ഫലം ഈ മേഖലയിൽ അസ്ഥിരതയ്ക്കും കാരണമായിട്ടുണ്ട്. മോർഗേജ് നിരക്കുകൾ നേരിയ തോതിലാണെങ്കിലും ഉയർന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞയാഴ്ചയും കണ്ടത്. ഒട്ടുമിക്ക ഹൈസ്ട്രീറ്റ് വായ്പാദാതാക്കളും തങ്ങളുടെ ഫിക്സഡ് ഡീലുകളുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചു. ബാർക്ലേസ് 0.56% വർദ്ധിപ്പിച്ചപ്പോൾ മറ്റു പലരും ചെറിയ തോതിൽ വർധനവ് വരുത്തി. ഇപ്പോൾ ഒരു 5 വർഷത്തെ ഫിക്സഡ് ഡീലിന്റെ ശരാശരി നിരക്ക് 5.23%. കഴിഞ്ഞ തിങ്കളാഴ്ച ഇത് 5.14% മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 3 ലക്ഷത്തിന്റെ മോർഗേജ് ഉള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ പ്രതിമാസം 17 പൗണ്ട് അല്ലെങ്കിൽ പ്രതിവർഷം 240 പൗണ്ട് അധികമായി നൽകണമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ചൊവ്വാഴ്ച INA തൊഴുതത് 55,719 പേർ. 4,435 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത്. പുലർച്ചെ 3 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള കണക്കുകളാണ് ഇത്. ദിവസം 18 മണിക്കൂറാണ് ദർശനം. നടപ്പന്തലിൽ ഭക്തർ ഏറെ നേരം കാത്തിരിക്കുന്നില്ലെന്നും സൗകര്യപ്രദമായ ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട് എന്നും ദേവസ്വം ബോർഡ് അറിയിക്കുന്നു. സന്നിധാനത്തും പരിസരത്തുമുള്ള കടകളിൽ സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംയുക്ത പരിശോധന നടത്തി. വിവിധ നിയമലംഘനങ്ങൾക്ക് 77,000 രൂപ പിഴ ഈടാക്കി. ഹോട്ടലുകളിലെ ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ്, പഴകിയതും കാലാവധി കഴിഞ്ഞതുമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. KSRTCയിൽ ജീവനക്കാരുടെ ശമ്പളം എല്ലാ മാസവും 1-ാം തീയതി ലഭ്യമാക്കാൻ വഴിതെളിഞ്ഞു. 2025 ജനുവരി 1 മുതൽ മറ്റ് സർക്കാർ ജീവനക്കാരെ പോലെ 1-ാം തീയതി തന്നെ ശമ്പളം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനെ ഒഴിവാക്കി പകരം കേരള ബാങ്കിനെ ഉൾപ്പെടുത്തിയതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമാകുന്നത്. ശമ്പള വിതരണത്തിലുള്ള തുകയ്ക്കായി 150 കോടി രൂപ വരെ കേരള ബാങ്ക് KSRTCക്ക് വായ്പ നൽകും. കൂടാതെ ഒരു മാസത്തേക്ക് ശമ്പളത്തിനായി വേണ്ടിവരുന്ന തുകയായി 80 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റായും ബാങ്ക് നൽകും. ശബരിമലയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉടൻ 80,000 വർദ്ധിപ്പിക്കും. ഈ മാസം 27 നടക്കുന്ന 12 വിളക്കിന് മുൻപായി വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് 80,000 ഉയർത്തുമെന്നാണ് പുതിയ വിവരം. മണ്ഡലപൂജയ്ക്കായി നട തുറക്കുന്ന ദിനം മുതൽ 80,000 തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ മുഖേന പ്രവേശനം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കോടതി നിർദ്ദേശം അവഗണിച്ച് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ദേവസ്വം ബോർഡ് 70,000 നിജപ്പെടുത്തുകയായിരുന്നു.
ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ മുമ്പ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം ബുക്ക് ചെയ്തവരിൽ 15,000 പേരുടെയെങ്കിലും കുറവ് പ്രതിദിനം ഉണ്ടാകുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇവർ ബുക്കിംഗ് റദ്ദ് ചെയ്യാത്തതിനാൽ മറ്റുള്ളവർക്ക് ബുക്കിംഗിന് ഉള്ള അവസരം നഷ്ടമാകുന്നുമുണ്ട്. സ്പോട്ട് ബുക്കിംഗ് പ്രയോജനപ്പെടുത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കുറഞ്ഞിട്ടുമുണ്ട്. സ്പോട്ട് ബുക്കിംഗിനെ ചൊല്ലിയുള്ള വിവാദം മൂലം പമ്പയിലെത്തിയ ശേഷം ദർശനത്തിന് പോകാൻ കഴിയുമോ എന്ന ആശങ്കയും തീർത്ഥാടകർക്കിടയിൽ നിലനിൽക്കുന്നു. നട തുറന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്ത് കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇക്കാര്യം സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. 2026 ലോകകപ്പിനുള്ള ദക്ഷിണ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ ചൊവ്വാഴ്ച ബ്രസീലും ഉറുഗ്വേയും ആവേശകരമായ സമനിലയിൽ പിരിഞ്ഞു. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ഇടവേളയ്ക്ക് ശേഷം 55-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡിന്റെ ഫെഡറിക്കോ വാൽവെർഡെ അതിശയിപ്പിക്കുന്ന ലോങ് റേഞ്ച് സ്ട്രൈക്കിലൂടെ സമനില തകർത്ത് സ്കോർ 1-0. ബ്രസീൽ അതിവേഗം പ്രതികരിച്ചു. 62-ാം മിനിറ്റിൽ ഉറുഗ്വേയുടെ പ്രതിരോധ പിഴവിനെ തുടർന്ന് ഫ്ലമെങ്കോയുടെ ഗേൾസൺ മികച്ച വോളിയിലൂടെ തന്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ കരസ്ഥമാക്കി. സമനില ഗോൾ ഹോം കാണികളെ ആവേശത്തിലാക്കിയെങ്കിലും ശേഷിക്കുന്ന മിനിറ്റുകളിൽ ഇരു ടീമുകൾക്കും വിജയ ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമനിലയോടെ കോൺബോൾ സ്റ്റാൻഡിംഗിൽ 18 പോയിന്റുമായി ബ്രസീൽ 5-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഉറുഗ്വേ 20 പോയിന്റുമായി 2-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്തുള്ള അർജന്റീനയ്ക്ക് 5 പോയിന്റ് പിന്നിലാണ് അവർ. സന്തോഷ് ട്രോഫിക്കായുള്ള 78ാമത് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ 4 ടീമുകളുടെ ഗ്രൂപ്പ് ജിയിൽ ഓൾ വിൻ റെക്കോർഡോടെ തമിഴ്നാട് ഫൈനൽ റൗണ്ടിലെത്തി. ചൊവ്വാഴ്ച RTD സ്റ്റേഡിയത്തിൽ നടന്ന അവരുടെ സമാപന മത്സരത്തിൽ അവർ 2-ാം പകുതിയിൽ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആതിഥേയരായ ആന്ധ്രാപ്രദേശിനെ 8-0 അവർ പരാജയപ്പെടുത്തിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.07 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.